ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് ജോലിക്കായിട്ട് പുറത്തുപോയി താമസിക്കുന്നവർക്കാണ്. അതായത് പ്രവാസികൾക്കൊക്കെയാണ് ട്ടോ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത്. അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയും കൂടി വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് എളുപ്പത്തിൽ കുക്കറിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ചപ്പാത്തിക്കായാലും പുട്ടിനായാലും ഇടിയപ്പത്തിനായാലും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ 2 ചിരട്ട മാത്രം മതി കേട്ടോ. നമുക്ക് എന്തായാലും എല്ലാ വീടുകളിലും ചിരട്ട ഉണ്ടാവും. അതുപോലെ പ്രവാസികളാണെന്നുണ്ടെങ്കിലും തേങ്ങ എന്തായാലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും ചിരട്ടയും കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഈ ചിരട്ട മാത്രം മതി കേട്ടോ. കൂടുതലുള്ള പ്രശ്നമാണ് ഈ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പാത്രങ്ങളും കൊണ്ടുപോകണം. നമുക്ക് ഇഡലി വയ്ക്കാൻ ഇഡലി പാത്രം വേണം, പുട്ടുണ്ടാക്കാൻ പുട്ടിൻ്റെ പാത്രം വേണം, എല്ലാം വേണം. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ ആദ്യം 2 ചിരട്ട എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ചിരട്ടയിൽ എന്തായാലും ഇതുപോലെ 3 കണ്ണുണ്ടാവും. അതിൽ ഒരെണ്ണം എന്തായാലും ഹോൾസ് ഉണ്ടാവുന്നതായിരിക്കും അല്ലേ. അത് നല്ലോണം ഹോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കുക്കറിൻ്റെ വിസിൽ അത് ഊരിയെടുത്ത ശേഷം അതിൽ കയറാൻ പറ്റുന്ന രീതിയിൽ ഇതൊന്ന് ഹോളാക്കിയിട്ട് എടുക്കുക കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിലേക്കാണ് കേട്ടോ ഫില്ലിങ് വെക്കേണ്ടത്. സാധാരണ നമ്മൾ പുട്ടിന് എങ്ങനെയാണോ ആദ്യം തേങ്ങ വെക്കുക, എന്നിട്ട് പുട്ടുപൊടി ഇടുക, എന്നിട്ട് ഏറ്റവും മുകളിൽ കുറച്ച് തേങ്ങ ഇടുക, അങ്ങനെയാണല്ലോ വെക്കുന്നത്. അതേ സെയിം പോലെ തന്നെയാണ് കേട്ടോ അതിൽ വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേറൊരു ഐഡിയയും കൂടി ചെയ്യാം. നൂലുപുട്ടില്ലേ, അതായത് ഇടിയപ്പം, അതും ഇതുപോലെ തന്നെ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ പീച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ചിരട്ട വെച്ചിട്ട് 2 ഗുണങ്ങളാണ്. പുട്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പുട്ടും കുറ്റി വെക്കുന്ന ടൈം അത്രയും വേണ്ട കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 3 മിനിറ്റ് തന്നെ ഏകദേശം മതിയാവും. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ ഇഡലി ചെമ്പിൽ വെക്കുന്നതിനേക്കാളും നല്ല, അത് ഞാൻ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ ചിരട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ. അതുപോലെ തന്നെ ചിരട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫില്ലിങ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ വിസിലിൻ്റെ അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു മൂടി വെച്ചിട്ട് ചിരട്ടേൻ്റെ തന്നെ അതന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നല്ലോണം ഈ മുകളിലേക്ക് ആവി വരുന്നത് കാണാം കേട്ടോ. അതുപോലെ തന്നെ കുക്കറിൽ ഒരു പകുതിയോളം വെള്ളം വെച്ചാൽ മതി. ദേ നല്ലോണം ആവി വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. അടിപൊളി ഐഡിയ ആണ് കേട്ടോ. നിങ്ങൾക്ക് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്കയാണെന്നുണ്ടെങ്കിൽ ആദ്യം സൗദിയിലായിരുന്ന സമയത്ത് പുട്ടും കുറ്റിയും ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പുട്ടും കുറ്റിയുടെ ആവശ്യം എന്തായാലും നിങ്ങൾക്ക് വരുന്നില്ല ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. ഒരാൾക്ക് അത്യാവശ്യം നല്ലോണം കഴിക്കുന്ന ഒരാൾക്ക് 2 ചിരട്ട വെച്ചാൽ തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ അധികം കഴിക്കാത്തതുകൊണ്ട് ഒരെണ്ണം തന്നെ എനിക്കും മതിയാവും. ചെറിയ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഒന്നും മതിയാവും കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് തണുത്ത് മക്കളെയൊക്കെ സ്കൂളിലേക്ക് വിട്ട ശേഷം ഉണ്ട് അതെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ആവിയൊന്നും കാണാത്തത്. അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി പുട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചിരട്ടേൻ്റെ ആ ഒരു ചെറിയൊരു കളർ ചേഞ്ചാണ് കേട്ടോ ഈ ഒരു ഇതിൽ കാണുന്നത്. പക്ഷേ അത് കഴിക്കുമ്പോൾ അതിൽ യാതൊരു സ്മെല്ലോ ആ ചിരട്ടേൻ്റെ ഒരു ഫീലിങ്ങോ ഒന്നുമില്ല കേട്ടോ. അതേ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇങ്ങനെ തേങ്ങ മാത്രം ഇട്ടിട്ടും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, പഴം കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചിരട്ട വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ചിരട്ടയും കുക്കറും മാത്രം മതി കേട്ടോ. കുക്കർ എന്തായാലും പ്രവാസികളാണെന്നുണ്ടെങ്കിൽ കൂടുതലും കുക്കർ എന്തായാലും കൊണ്ടുപോകും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പുട്ടിൻ്റെ റെസിപ്പി നമ്മളിത് എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രീൻ പീസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ കറി. അപ്പോൾ അതേ ഞാൻ എപ്പോഴും ഗ്രീൻ പീസ് നമുക്ക് എപ്പോഴും പിറ്റേ ദിവസം കടലക്കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവില്ല. ആ ഒരു മറവി എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നേരത്തെ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേഗം എടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ പകുതി എടുത്തിട്ടുണ്ട്, പകുതി ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മുങ്ങുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തക്കാളിയും സവോളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി വേവിക്കാൻ വെക്കാം കേട്ടോ. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിനി ഞാനിതിൽ തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ. രണ്ടും 2 ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് പണി കൂടുതലാണ് തേങ്ങ ഇടുമ്പോൾ എന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കേണ്ടത് അത് മസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ.
എന്നിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് വേവിച്ചെടുത്ത ശേഷം കരണ്ടി വെച്ചിട്ട് ദേ ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഉടച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ചെടുത്തിട്ടൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ തന്നെ തേങ്ങ ഒഴിക്കാണ്ട് തന്നെ നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ കറി. അപ്പോൾ അതേ ഞാൻ 2 ദിവസത്തേക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് തേങ്ങയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കടല നല്ലോണം വെന്ത ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതേ നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുന്നതും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കടല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. താളിക്കുന്നതിലാണ് ട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകം പൊട്ടി വന്നതും കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില പൊട്ടുന്ന സമയത്ത് വെളിയിലേക്ക് എണ്ണ തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ ഒന്ന് മൂടി വെച്ചാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇത് മെയിനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റി വരുമ്പോൾ നമുക്ക് ഇനി അടുത്ത് ചേർക്കേണ്ടത് ചിക്കൻ മസാലയാണ് കേട്ടോ. ഗരം മസാല ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഗരം മസാലിനെക്കാളും ടേസ്റ്റ് വരുന്നത് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുമ്പോഴാണ്. അതൊരു 3 ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. 3ഓ 4ഓ ചെറിയ സ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 സ്പൂണൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ, അതായത് എണ്ണ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരില്ലേ, ആ ടൈം വരെ ഇതൊന്ന് ചൂടാക്കി എടുത്ത ശേഷം നമ്മുടെ കറിയില്ലേ അത് ദേ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള കളറിനെക്കാളും ചേഞ്ച് കാണുന്നത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യുന്ന സമയത്ത് ദേ ഈ ഒരു കളറും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാനായിട്ട് ചപ്പാത്തിൻ്റെ കൂടെയാണ് ഇവിടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. പക്ഷേ രണ്ടാമത് പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ ഇഷ്ടം. മൂന്നാമതാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ. ഇവിടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ചട്നിയാണ് കേട്ടോ പോവുക. അപ്പോൾ അതേ നല്ല ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.